ബ്രില്യൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര വൈറലാണ്. ഏത് സിനിമ ഇറങ്ങുമ്പോഴും എന്തെങ്കിലും പോത്തേട്ടൻ ബ്രില്യൻസ് അതിലുണ്ടാകും എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ശരിക്കും അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ആ പോത്തേട്ടൻ ബ്രില്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് മറ്റൊരു സംവിധായകന്റെ സിനിമയിൽ വരുമ്പോൾ? ഫോർ എക്സാമ്പിൾ ഔസേപ്പിന്റെ ശരത്തിന്റെ ബ്രില്യൻസ് ആണ് ഉറപ്പായിട്ട്. നമ്മളൊരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പോൾ സിനിമയിൽ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പല രീതിയിൽ വർക്ക് ചെയ്യലുണ്ട്. അപ്പം നമ്മൾ ഓരോ രീതിയിലും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഓരോ രീതിയിലാണ് കേൾക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കൺസീവ് ചെയ്യാറ്. ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ കേൾക്കുന്നവരല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്, അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്. അപ്പം നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സാധ്യതകൾ വേറെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണ് ഞാനതിന്. കാരണം നമ്മൾ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ചെയ്യേണ്ട ആളാണ് സംവിധായകൻ. നമ്മൾ അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ശരത് തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ്. ശരത്തിനോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ മോണിറ്ററിൽ പോയിട്ടൊരു റീടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേ ബാക്ക് പോലും അങ്ങനെ കാണാറില്ല. വലിയ മണ്ടത്തരങ്ങൾ എന്തോ കാണിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നിയാൽ മാത്രം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഒരു ഈ പടത്തിൻ്റെ മൊത്തം ഷൂട്ടിനിടയ്ക്ക് 2-3 പ്രാവശ്യം ചിലപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം എനിക്കത് എൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുന്നതിന് എനിക്ക് കോൺഫിഡൻസ് ചോരുക ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക. ശരത്ത് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും. കുറച്ചും കൂടെ കയറ്റാൻ പറഞ്ഞാൽ കയറ്റും, കുറച്ചും കൂടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും. അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ.